ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് വെർജിൻ ഓയിലാണ് കാണിക്കുന്നത്. അതിലാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മസാല പൗഡേഴ്സ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ബാക്കി ഉള്ള ഓയിലിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂണ്. പിന്നെ ഷാലറ്റ്സിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി നമ്മൾ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റോക്ക് സോൾട്ടാണ്. അതാണ് ഞാനെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓണിയനും ഷാലറ്റ്സും നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം മസാല പൗഡേഴ്സ്, ധനിയ പൗഡർ, ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി, സാദാ ചില്ലി പൗഡർ ആൻഡ് ജീര പൗഡർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് അത് എണ്ണയിൽ വേവണം. അപ്പോൾ അത് വെന്തതിന് ശേഷം നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ടൊമാറ്റോ ചേർക്കുന്നത് അതിനകത്ത് ടൊമാറ്റോയിലെ ആ വെള്ളമെല്ലാം ഇറങ്ങി അത് കരിയാതെ ചെറിയ തീയിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. അത് ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് എണ്ണയൊക്കെ ഇറങ്ങി അതിൻ്റെ വാട്ടറും കണ്ടൻറ്റും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് അപ്പാക്കി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ചും കൂടി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒന്നുകൂടി അടച്ചൊക്കെ വെച്ച് വേവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ കിട്ടും. അതായത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഗാർലിക് ചേർക്കുക. ഗാർലിക് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് എല്ലാം മിക്സപ്പ് ആക്കി വെച്ചിട്ട് ലിഡ് വെച്ച് വീണ്ടും നമ്മൾ അടച്ച് കുറച്ച് നേരം വേവിക്കുമ്പോൾ ആ കറി ഒന്ന് നന്നായിട്ട് ഈ ഓണിയനും ടൊമാറ്റോയും എല്ലാം ഒന്ന് സ്മാഷാക്കി നന്നായിട്ട് വെന്ത് ഇതിൽ ഒരു നല്ല തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ തീയിൽ വേവിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേർഡാണ്. കേർഡ് നല്ല പുളിയില്ലാത്ത കട്ട കേർഡ് വേണം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മുടെ ഒരു ഗ്രേവി ഒരു കളറും ചേഞ്ച് ആവും. ആ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് എല്ലായിടത്തും ഈ കേർഡ് മിക്സായി കട്ടകളൊന്നും ഇല്ലാണ്ട് ലംസൊക്കെ ഇല്ലാണ്ട് നന്നായിട്ട് ചെയ്തെടുക്കണം. അത് ചെയ്തെടുത്തേച്ചും നമ്മളൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ ആ ഒരു കറീൻ്റെ യെല്ലോയിഷ് കളറിൻ്റെ മേലെ കൂടി ഇങ്ങനെ എണ്ണയൊക്കെ വരും. അപ്പോൾ ആ ഒരു പരുവമാവുന്ന വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് ഡ്രൈ മേത്തി ലീഫാണ്. നല്ല ഫ്രാഗ്രൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം. അപ്പോൾ അത് ഞാൻ ഇത് സാധാരണ ചേർക്കുന്നത് ഒന്ന് ചെറുതായിട്ട് ഹോട്ടാക്കി, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് പൊടിച്ചിട്ടാണ് ഇടുന്നത്. പക്ഷേ ഞാൻ ഇതിങ്ങനെ തന്നെ ചേർക്കുന്നത്, എനിക്ക് ഇങ്ങനെ തന്നെ അതിൻ്റെ മണം ഇഷ്ടമാണ്. പിന്നെ മേത്തി റോട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചേർത്തിട്ടുണ്ട്, കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കൂ, എണ്ണയൊക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് ആ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഇതാകുമ്പോഴാണ് നമ്മൾ ഈ മേത്തിൻ്റെ ലീഫ് ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയും എന്തിനാണ് ഇളക്കുന്നതല്ല, ലാസ്റ്റ് കറീൻ്റെ ആ കളറ് നമുക്ക് കാണുമ്പം മനസ്സിലാവും. അപ്പോൾ എല്ലാ കറിയും ക്ഷമയോടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ, കളർ ഇത്രയും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടണം ഈ കറീൻ്റെ കളറ്. അത് കഴിഞ്ഞിട്ട് തിക്കായിട്ട് ഗ്രേവി എല്ലാം നന്നായിട്ട് തിക്ക് ഗ്രേവിയാണ്. അത് ഗ്രേവി പീസും ഗ്രേവിയും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാണ് കറിക്ക് വേണ്ടത്. അപ്പോൾ അത് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന കറിക്കൊരു നല്ല ഭംഗിയൊക്കെ വരുന്നുണ്ട്. വെർജിൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സാധാരണ ഉണ്ടാക്കുന്നത് നമ്മുടെ മസ്റ്റർഡ് ഓയിലിലും ഉണ്ടാക്കാം, പിന്നെ വെജിറ്റബിൾ ഓയിലിലും ഉണ്ടാക്കാം. അപ്പോൾ മസ്റ്റർഡ് ഓയിലായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ അത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, ഞാൻ അതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഈ കറി ഇങ്ങനെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മസാല പൗഡർ ഇടണം, ഗരം മസാല പൗഡർ.
എന്താ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാനിപ്പം നമ്മുടെ വെർജിൻ ഓയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കറി ലീവ്സ് ഇട്ടത്. പിന്നെ ഇവിടെ കറി ലീവ്സിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടമാണ്. വെർജിൻ ഓയിലാണ് ഇവിടെ ഇഷ്ടം, അല്ലാതെ മറ്റേ ഓയിൽ ആർക്കും വലിയ ഇഷ്ടമില്ല. എനിക്ക് മസ്റ്റർഡ് ഓയിൽ ഇഷ്ടമാണ്. നമ്മൾ വെക്കും കേട്ടോ, പക്ഷേ അത് കഴിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഞാൻ പ്ലേറ്റിംഗ് ചെയ്യുന്നില്ല, സോറി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് ഞാനൊരു സ്റ്റൂ ഉണ്ടാക്കി, വൈറ്റ് സ്റ്റൂ ഫോർ നമ്മുടെ അപ്പം ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കി ചിക്കൻ, പിന്നെ പൊട്ടറ്റോ, കോൺ, ഗ്രീൻ പീസ്, ക്യാരറ്റ് എല്ലാം ഉണ്ട്. അത് ഒരു കറി ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ. അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നു. ബാറ്റർ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ഷുഗറൊക്കെ ഇട്ട് ഞാനൊന്ന് ഇളക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പച്ചട്ടി വെച്ച് ചൂടാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അപ്പച്ചട്ടി വെക്കണം. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന ആളാണ്, എല്ലാ കുക്കിങ്ങിനും ക്ഷമ, പേഷ്യൻസ് നന്നായിട്ട് വേണം. അപ്പോൾ നല്ല ഒരു കറി കിട്ടും, അത് നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ മാവ് ബാറ്റർ ഒഴിച്ച് കൊടുത്തു, അടച്ചു വെച്ച് ഞാൻ തുറന്നു. നല്ല അപ്പം, നല്ല സുന്ദരി അപ്പം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു 3 സുന്ദരികളെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റൂവും റെഡിയാണ്. അപ്പോൾ അപ്പവും സ്റ്റൂവും റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് നിങ്ങളുടെ ഹൃദയവും സ്നേഹവും വേണം. സപ്പോർട്ട് ചെയ്യുക ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതാണ് എൻ്റെ അപ്പവും സ്റ്റൂവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. Thank you.